ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തൊരു വർക്കിൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ കരുതി. നമ്മൾ എന്താണ് ഇവിടെ ഈ ബാത്റൂമിൽ എന്താ ചെയ്തതെന്നുള്ളത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ കരുതി വന്നേക്കണാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്തേക്കണ ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ലെഡ്ജ് വാൾ വരും. 135 സെൻറ്റിക്ക് ലെഡ്ജ് വാൾ വരും. അത് വാഷ് ബേസിനും കൺസീൽ ടാങ്കും കൂടിയുള്ള ഒറ്റ ഏരിയയിലാണ് ലെഡ്ജ് വാൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തേക്കുന്നത് വാഷ് ബേസിന് അത് ഓപ്പൺ അടിച്ച് വെച്ചേക്കുന്നതിന് മെയിൻ റീസൺ ഇവിടെ ലെഡ്ജ് വാളിന് സെപ്പറേറ്റ് 4-5 കട്ടൊക്കെ ഇവിടെ കെട്ടും. അപ്പോൾ ആ ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ ഏരിയ നമ്മൾ ഒരു 50 സെൻറ്റിക്കാണ് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞാണ് നമ്മൾ ക്ലോസറ്റിൻ്റെ ഭാഗം സെറ്റ് ചെയ്തേക്കുന്നത്. ക്ലോസറ്റിൻ്റെ ഭാഗം സെറ്റ് ചെയ്തേക്കുന്നത് ബാക്കി 85 സെൻറ്റിയാണ് നമ്മൾ ക്ലോസറ്റിൻ്റെ ഭാഗം സെറ്റ് ചെയ്തത്. അത് 42.5 സെൻറ്റിക്കാണ് ക്ലോസറ്റ് സെൻറ്ററായിട്ട് വെച്ചേക്കുന്നത്. ബാക്കി വരുന്ന 1 മീറ്ററിലാണ് നമ്മൾ ഷവർ ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ ഡൈവർട്ടറാണ് കൊടുത്തേക്കുന്നത്, 2 വേ ഡൈവർട്ടറാണ് കൊടുത്തേക്കുന്നത്. അതുകൂടാതെ നമ്മളൊരു വാട്ടർ ഹീറ്ററിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്, ഒരു എക്സോസ്റ്റ് ഫാൻ പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷവർ നമ്മൾ വച്ചേക്കുന്നത് 1 ഫീറ്റ് ഹൈറ്റിലാണ്. അത് സീലിംഗിൽ നിന്ന് 1 ഫീറ്റ് ഹൈറ്റ് താഴ്ത്തിയാണ് നമ്മൾ ഷവർ വെച്ചേക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. എന്നാലാണ് ഷവറിന് അത്യാവശ്യം റെയിൻ ഷവർ അല്ല വെക്കണം, സാധാ ഷവർ വെക്കണം. അപ്പോൾ അത്യാവശ്യം ഹൈറ്റിൽ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മളിവിടെ ഫ്ലോറിൽ കൂടെ തന്നെ 2 ട്രാപ്പ് കൂടെ വെച്ചിട്ടുണ്ട്. ഒന്ന് വെറ്റ് ഏരിയയിലോ ട്രാപ്പ്, അതായത് 130 സെൻറ്റിക്കും ലെഡ്ജ് വാളിൻ്റെ സൈഡിൽ തന്നെ ഒരു ട്രാപ്പ് അവിടെ ഗ്ലാസ് പാർട്ടീഷൻ വരുന്നതാണ്. അതിനുശേഷമുള്ള ഭാഗത്താണ് നമ്മൾ രണ്ടാമത്തെ ട്രാപ്പ് നമ്മുടെ നമ്മുടെ ഷവർ ഏരിയയിൽ വെച്ചാൽ രണ്ടാമത്തെ ട്രാപ്പ്. ഇത്രയാണ് നമ്മൾ ബാത്റൂമുകളിൽ ചെയ്തേക്കുന്നത്. പിന്നെ